ओम नमो भगवते वासुदेवाय। 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 हरे कृष्ण। श्रीमद् भागवतम पताम स्कंदम പരമശ്രേയസ അധ്യായം 15 ധേനുകാസുരവധം ശ്ലോകങ്ങൾ 5 മുതൽ 8 വരെ. ശ്രീ ഭഗവാൻ ഉവാച അഹോ അമീ ദേവവരാമാർച്ചിതം പാദാംബുജം തേ സുമൻഫലാർഹണം നമന്തി ഉത്പാദായ ശിഖേ ആത്മനാസ് തമോ പ്രഹർത്തെ തരുജന്മ യത്കൃതം. ശ്രീ ഭഗവാൻ ഉവാച അഹോ അമീ ദേവ വരാമരാർച്ചിതം പാദാംബുജം തേ സുമനഫലാർഹണം നമന്തി ഉപാദായ ശിഖാഭിർ ആത്മനാസ് തമോ അഭഹത്യൈ തരുജന്മ യത്കൃതം. ശ്രീ ഭഗവാൻ ഉവാച അഹോ അമീ വരാമരാർച്ചിതം പാദാംബുജം തേ സുമനഫലാർഹണം നമന്തി ഉപാദായ ശിഖവേ ആത്മനാസ് തമോ അവഹതേ തരുജന്മ യത്കൃതം. ജയശ്രീമാജി. हरे कृष्ण प्रभु। ओम नमो भगवते वासुदेवाय। श्री भगवानुवाच अहो अमी देववरामरार्चितं पदाम्बुजं ते सुमनफलार्हणं नमन्त्युपादाय शिखाभिरत्मनस्तमोपहत्ये തരുജന്മ യത്കൃതം. പദാനുപദാർത്ഥം. ശ്രീ ഭഗവാൻ ഉവാച, കൃഷ്ണ ഭഗവാൻ പറഞ്ഞു, അഹോ ആശ്ചര്യം, അമ്മേ ഇവ ദേവവര ദേവശ്രേഷ്ഠ ശ്രീ ബലരാമൻ അമര ദേവന്മാരാൽ അർച്ചിതം പൂജിക്കപ്പെടുന്ന പാദ അംബുജം പാതാരവിന്ദങ്ങളെ തേ അങ്ങയുടെ സുമനഹ പുഷ്പങ്ങളുടെ ഫലപഴങ്ങളുടെയും അർഹണം കാഴ്ചവസ്തുക്കളെ നമന്തി നമസ്കരിക്കുന്നു. ഉപാദായ എടുത്തുകൊണ്ട് ശിഖാഭിഹി ശിരസ്സുകളാൽ ആത്മനഃ തന്റെ സ്വന്തം തമഹ അജ്ഞാന അന്ധകാരം അപഹത്യെ ായി തരുജന്മ വൃക്ഷജന്മം യത് ഏതൊരു അജ്ഞാനത്താൽ കൃത്യം കൃതം വിവർത്തനം. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, അല്ലയോ ദേവശ്രേഷ്ഠ, അമരന്മാരായ ദേവന്മാർക്കു പോലും ആരാധ്യങ്ങളായ അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ ഈ വൃക്ഷങ്ങൾ എങ്ങനെ ശിരസ് കുനിച്ചു നമിക്കുന്നു എന്ന് കാണുക. ഈ വൃക്ഷജന്മം എടുക്കാൻ കാരണമാകുന്ന അജ്ഞാനമാകുന്ന തമസ്സിനെ ദൂരീകരിക്കാനായി അവ ഭവാന് പൂക്കളും പഴങ്ങളും കാഴ്ചവെക്കുന്നു. ഭാവാർത്ഥം. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. പൂർവജന്മകൃതങ്ങളായ പാപങ്ങൾ കാരണമാണ് തങ്ങൾ വൃക്ഷങ്ങളായി ജനിച്ചതെന്നും ചലനശേഷിയില്ലാത്തതിനാൽ കൃഷ്ണ ഭഗവാൻ വൃന്ദാവനം എങ്ങും ചുറ്റി നടക്കുമ്പോൾ ഒപ്പം ചെല്ലാൻ ആവില്ലെന്നും വൃന്ദാവന വൃക്ഷങ്ങൾ ചിന്തിച്ചു. വാസ്തവത്തിൽ വൃക്ഷങ്ങളും പശുക്കളും ഉൾപ്പെടുന്ന വൃന്ദാവനത്തിലെ എല്ലാ ജീവജാലങ്ങളും പരമദിവ്യോത്തമ പുരുഷനുമായി നേരിട്ട് ബന്ധപ്പെടാൻ കഴിയുമായിരുന്ന മഹാത്മാക്കൾ ആയിരുന്നു. പക്ഷേ നിർവൃതികരമായ വിരഹാതുരത നിമിത്തം വൃക്ഷങ്ങൾ തങ്ങൾ അജ്ഞാനത്തിലാണെന്ന് കരുതുകയും കൃഷ്ണ ബലരാമന്മാരുടെ പാതാരവിന്ദങ്ങളിൽ നമിച്ച് ശുദ്ധി നേടാൻ ശ്രമിക്കുകയും ചെയ്തു. അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയ ഭഗവാൻ കൃഷ്ണൻ അവരെ സ്നേഹപൂർവ്വം വീക്ഷിക്കുകയും ജ്യേഷ്ഠൻ ബലരാമനോട് അവരുടെ ഭക്തിയുത സേവനത്തെ പുകഴ്ത്തി പറയുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 6. ഏതേ അലിനസ്തവാം യശോ അഖിലലോകതീർത്ഥം ഗായന്ത ആദിപുരുഷാനുപഥം ഭുജന്തേ പ്രായോ അമീ മുനിഗണ ഭവദീയമുഖ്യ ഗൂഢം മനേവീന ജഹതി അനഘാത്മദൈവം. ഏതോ അലിനസ്തവ യശോ അഖിലലോകതീർത്ഥം ഗായന്ത ആദിപുരുഷാനുപഥം ഭജന്തേ പ്രായോ അമീ മുനിഗണ ഭവന്തീയമുഖ്യ ഗൂഢം മനേപി ന ജഹതി അനാകാത്മദൈവം. ഏതേ അരുണസ്തവ യശോ അഖിലലോകതീർത്ഥം ഗായന്ത ആദിപുരുഷാനുപഥം ഭജന്തേ
प्रायो अमी मुनिगणा भवदीयमुख्या गूढं मनेऽपि न जहत्य दैवम्। कृष्ण रमणी माजी। ഹരേ കൃഷ്ണ പ്രഭു. പദാനുപദാർത്ഥം. ഏതേ ഈ അളിനഹ വണ്ടുകൾ തവ അങ്ങയുടെ യശഃ കീർത്തി അഖില ലോക എല്ലാ ലോകങ്ങൾക്കുമുള്ള തീർത്ഥം പുണ്യസ്ഥലം ഗായന്തഹ കീർത്തിച്ചു പാടുന്നു. ആദിപുരുഷ അല്ലയോ ആദിപുരുഷനായ ഭഗവാനെ, അനുപഥം അങ്ങയുടെ പാതയെ പിന്തുടരുന്നവരായി ഭജന്തേ ഭജിക്കുന്നു. പ്രായഃ മിക്കപ്പോഴും അമീ ഇവ മുനിഗണാഹ മാമുനിമാർ ഭവദീയ അങ്ങയുടെ ഭക്തരിൽ മുഖ്യാഹ ഏറ്റവും പ്രിയപ്പെട്ടവരായ ഗൂഢം മറഞ്ഞിരിക്കുന്ന വനെ കാട്ടിനുള്ളിൽ അപി എന്തെങ്കിലും ഹരേ കൃഷ്ണ അപി എങ്കിലും ന ജഹതി അവർ ഉപേക്ഷിക്കുന്നില്ല. അനഘ ഹേ പരിശുദ്ധ ആത്മദൈവം സ്വന്തം ആരാധ്യമൂർത്തിയെ. വിവർത്തനം ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. അല്ലയോ ആദിപുരുഷ, ഈ വണ്ടുകൾ മഹാമുനിമാരും അങ്ങയുടെ ശ്രേഷ്ഠ ഭക്തരിൽ വെച്ച് ഉത്തമന്മാരുമായിരിക്കണം. കാരണം വഴിനീളെ അവർ അങ്ങയെ പിന്തുടർന്ന് സമസ്ത ലോകത്തിനും തീർത്ഥസ്ഥാനമായ അങ്ങയുടെ മഹത്വങ്ങൾ പാടിപ്പുകഴ്ത്തി അങ്ങയെ ആരാധിക്കുന്നു. കാട്ടിനുള്ളിൽ വേഷപ്രച്ഛന്നനായിരുന്നിട്ടും ഹേ പരിശുദ്ധ സ്വരൂപ, അവർ തങ്ങളുടെ ആരാധ്യപുരുഷനായ അങ്ങയെ ഉപേക്ഷിക്കുവാൻ വിസമ്മതിക്കുന്നു. ഭാവാർത്ഥം ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. ഗൂഢം എന്ന വാക്കാണ് ഈ ശ്ലോകത്തിൽ പ്രത്യേക ശ്രദ്ധയർഹിക്കുന്നത്. ശ്രീകൃഷ്ണന്റെയോ ബലരാമന്റെയോ രൂപത്തിൽ പരമദിവ്യോത്തമ പുരുഷൻ ഭൗതിക ലോകത്തിൽ സാധാരണ മനുഷ്യനെ പോലെ കാണപ്പെട്ടാലും മഹാമുനികൾ ഭഗവാനെ നിരപേക്ഷ സത്യമായി തിരിച്ചറിയും. ഭഗവാന്റെ എല്ലാ അതീന്ദ്രിയ രൂപങ്ങളും ശാശ്വതവും ആനന്ദപൂർണവും ജ്ഞാനപൂർണവുമാണ്. താൽക്കാലികവും യാതനാഭരിതവും അജ്ഞാനപൂർണവുമായ നമ്മുടെ ഭൗതിക ശരീരങ്ങളിൽ നിന്നും തികച്ചും വിപരീതം. ഭൗതിക ജീവിതത്തിൽ നിന്ന് അപ്പുറം കടക്കാനൊരു വഴി എന്നാണ് തീർത്ഥം എന്ന വാക്കിന്റെ അർത്ഥങ്ങളിലൊന്ന്. ഭഗവാന്റെ കീർത്തികൾ ശ്രവിക്കുകയോ ആലപിക്കുകയോ ചെയ്താൽ മാത്രം ഒരുവൻ പെട്ടെന്ന് തന്നെ ഭൗതിക അസ്തിത്വത്തിനും അപ്പുറത്തെ ആത്മീയ തലത്തിലെത്തുന്നു. അതുകൊണ്ട് ഇവിടെ ഭഗവാന്റെ അതീന്ദ്രിയ മഹത്വത്തെ മാലോകർക്കെല്ലാമുള്ള തീർത്ഥമായി വർണ്ണിച്ചിരിക്കുന്നു. ഭഗവാനെ വാഴ്ത്താൻ വേണ്ടി മുനിമാർ മൗനവ്രതവും അതുപോലെ സ്വാർത്ഥ മാർഗങ്ങളും ഉപേക്ഷിക്കുന്നുവെന്നും കാണിക്കാനാണ് ഗായന്തഹ എന്ന വാക്കുപയോഗിച്ചിരിക്കുന്നത്. ശരിയായ മാനം എന്നത് വ്യർത്ഥ ഭാഷണം ഒഴിവാക്കലും തന്റെ വാക്കാലുള്ള പ്രവൃത്തികൾ ഒരുവൻ ഭഗവാന്റെ പ്രേമപൂർവകമായ സേവനത്തിൽ പ്രസക്തമാകുന്ന വിധത്തിൽ നടത്തുന്ന ചർച്ചകളുടെയും പ്രസ്താവനകളുടെയും ശബ്ദത്തിലേക്ക് പരിമിതപ്പെടുത്തലുമാണ്. പരമപുരുഷൻ ഒരിക്കലും പാപമോ അപരാധമോ കലർന്ന പ്രവൃത്തികളിൽ ഏർപ്പെടില്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് അനഘ എന്ന പദം. ഭഗവത് സേവനത്തിൽ നിന്ന് യാദൃച്ഛികമായി വ്യതിചലിച്ചു പോകുന്ന ആത്മാർത്ഥതയും സ്നേഹവുമുള്ള ഒരു ഭക്തൻ ചെയ്യുന്ന പാപം അഥവാ അപരാധം ഭഗവാൻ ഉടൻ പൊറുക്കുമെന്നും ഈ വാക്ക് സൂചിപ്പിക്കുന്നു. തന്നെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന അനുപഥം വണ്ടിൻ കൂട്ടത്താൽ ബലരാമദേവൻ ബാധിതനായില്ല എന്ന് ഈ ശ്ലോകത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ അനഘ എന്ന വാക്കിനർത്ഥമുണ്ട്. അല്ലയോ വണ്ടുകളെ, എന്റെ സ്വകാര്യ തോട്ടത്തിലേക്ക് കടന്നു വരൂ, ഇവിടത്തെ സുഗന്ധത്തിന്റെ രുചി ആസ്വദിക്കൂ എന്ന് പറഞ്ഞ് ഭഗവാൻ അവരെ അനുഗ്രഹിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 7. നൃത്യന്തി ആമേഷികന ഈദ്യമൂഢഹരിണ്യാം കുർവന്തി ഗോപ്യ ഇവ തേ പ്രിയം ഈക്ഷണേന സൂക്തൈശ്ച കോകിലഗണാ ഗൃഹം ആഗതായാം ധന്യാവനോകസാ ഇയൻ ഹി സദാം നിസർഗാം. നൃത്യന്തി അമേഷിഹിന ഇദ്യമൂഢാഹരിണ്യാം കുർവന്തി ഗോപ്യ ഇവ തേ പ്രിയം ഈക്ഷണേന സൂക്തൈശ്ച കോകിലഗണാ ഗൃഹം ആഗതായാം ധന്യാവനൗകസയ്യാൻ ഹി സദാം നിസർഗാം. നൃത്യന്തി ആമിഷിഹിന ഇദ്യമൂഢഹരിണ്യാം കുർവന്തി ഗോപ്യ ഇവ തേ പ്രിയം ഈക്ഷണേന സൂക്തൈശ്ച കോകിലഗണാ ഗൃഹം ആഗതായാം ധന്യവനൗകസാ ഇയൻ ഹി സദാം നിസർഗാം. വത്സമാജി. ഹരേ കൃഷ്ണ പ്രഭു.
നൃത്യന്തിമീശികിന ഈഠ്യമുദാഹരണ്യ കുർവന്തി ഗോപി ഇവതേ പ്രേമീഷണേന സുക്തേശ ഗോകുലഗനാഗ്രഹമാഗതായ ധന്യാവനവകസായാൻ ഹി സദാം നിസർഗ. പ്രധാന പദാർത്ഥം നൃത്യന്തി നൃത്തമാടുന്നു, അമി ഇവ ശിഖിന മയിലുകൾ, ഈഢ്യ അല്ലയോ സുത്യർഹ മുധ ആനന്ദത്തോടെ, ഹരിണ്യ മാൻപേടകൾ, കുർവന്തി ചെയ്യുന്നു, ഗോപ്യ ഇവ ഗോപികളെ പോലെ, തേ അങ്ങേക്ക് പ്രിയം സന്തോഷം, ഈക്ഷണേന നോട്ടത്താൽ, സുപ്തേശ്ച വേദമന്ത്രങ്ങളാലും, കോകലഗണ കുയിലുകൾ, ഗൃഹം അവരുടെ വീടുകളിലേക്ക്, ആഗതായ വന്നിരിക്കുന്ന, ധന്യ കൃതാർത്ഥരായ ഭാഗ്യവാന്മാർ, വന ഓക്സഹ വനത്തിൽ വസിക്കുന്ന, യാൻ ഹി അവിധമാണല്ലോ, സദാം സജ്ജനങ്ങളുടെ, നിസർഗ പ്രകൃതം സ്വഭാവം. വിവർത്തനം ശ്രീ A.C. ഭക്തിവേദാന്ത സ്വാമി ശിലാപ്രഭാത് മഹാരാജ് കി ജയ് ഹോ. അല്ലയോ ആരാധനായുള്ളവനെ, പരമാനന്ദരസത്തിൽ മുങ്ങി മയിലുകൾ അങ്ങയുടെ മുന്നിൽ നൃത്തം വയ്ക്കുന്നു. ഗോപികമാർ ചെയ്യുന്നത് പോലെ തന്നെ സ്നേഹപൂർവമായ കടാക്ഷങ്ങളാൽ ഈ മാൻപേടകൾ അങ്ങയെ സന്തോഷിപ്പിക്കുന്നു. ഈ കുയിലുകളാകട്ടെ വേദമന്ത്രങ്ങൾ ചൊല്ലി അങ്ങയെ ആദരിക്കുന്നു. ഈ കാനനവാസികളൊക്കെയും മഹാഭാഗ്യവാന്മാരാണ്. അവരുടെ അങ്ങയോടുള്ള പെരുമാറ്റമാകട്ടെ മറ്റു മഹാത്മാക്കളെ സ്വഭവനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്ന മഹാത്മാക്കൾക്ക് ചേരുന്നതുമാണ്. ഹരേ കൃഷ്ണ. ടെക്സ്റ്റ് 8. ധന്യേയമദ്യാധരണി തൃണവീരുധസ്തവാ പാദസ്പൃശോ ധ്രുമലതാ കരാജഭിഷ്പൃഷ്ടാം നദ്യോ അദ്രയാം ഖഗമൃഗാഃ സദയാവലോകൈ ഗോപ്യോ അന്തരേണാം ഭുജയോരപി യത്സ്പൃഹാശ്രീ. ധന്യേയമദ്യ ധരണീ നൃണവീരുഢാസ്തവ പാദസ്പൃശോ ദ്രുമലതാഃ കരജാഭിഷ്ടഭൃഷ്ടാം നദ്യോദ്രയാ ഖഗമൃഗാഃ സദയാവലോകൈ ഗോപ്യോന്തരേണ ഭുജയോരപി യത്സ്പൃഹാശ്രീ. ധന്യേയം അദ്യ ധരണീ തൃണവിരുധസ്തവ പാദസ്പൃശോ ദ്രുമലതാഃ കരാജിഭിഷ്പൃഷ്ടാ നദ്യോദ്രയാ ഖഗമൃഗാഃ സദയാവലോകൈ ഗോപ്യോന്തരേണ ഭുജയോരപി യത്സ്പൃഹാശ്രീ. പ്രഭു. ഹരേ കൃഷ്ണ. പദാനുപദ വിവർത്തനം. ധന്യ ഭാഗ്യവതി, ഇയം ഈ, അദ്യ ഇപ്പോൾ, ധരണി ഭൂമി, തൃണ പുല്ല്, വീരുധ വള്ളിക്കുടിലുകൾ, ത്വത് അങ്ങയുടെ, പാദങ്ങളുടെ, സ്പർശമനുഭവിക്കുന്ന, ദ്രുമലത മരങ്ങളും വള്ളികളും, കരജ നഖങ്ങളാൽ അഭിമൃഷ്ട സ്പർശിക്കപ്പെട്ട, നദ്യ നദികൾ, അദ്രയ പർവ്വതങ്ങൾ, ഖഗ പക്ഷികൾ, മൃഗങ്ങൾ, സദയ ദയാപൂർണമായ, അവലോകൈ അങ്ങയുടെ നോട്ടങ്ങളാൽ, ഗോപ്യ ഗോപികമാർ, അന്തരേണ മധ്യത്തിൽ, ഭുജയോ അങ്ങയുടെ രണ്ട് ഭുജങ്ങൾ, അപി നിശ്ചയമായും, യത് ഏതൊന്നിന്, സ്പൃഹ ആഗ്രഹിക്കുന്നവളായിരിക്കുന്നുവോ, ശ്രീ ഐശ്വര്യദേവത ലക്ഷ്മി. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. അങ്ങ് ഭൂമിയിലെ പുല്ലിനെയും കുറ്റിച്ചെടികളെയും പാദത്താൽ സ്പർശിച്ചതുകൊണ്ടും മരങ്ങളെയും വള്ളിപ്പടർപ്പുകളെയും അങ്ങയുടെ നഖത്താൽ സ്പർശിച്ചതുകൊണ്ടും പർവ്വതങ്ങൾ, നദികൾ, പക്ഷികൾ, മൃഗങ്ങൾ ഇവയുടെ മേൽ അങ്ങയുടെ കടാക്ഷമേൽപ്പിച്ചത് കൊണ്ടും ഈ ഭൂമി ഇപ്പോൾ മഹാധന്യയായി തീർന്നിരിക്കുന്നു. എല്ലാറ്റിനും ഉപരിയായി ഗോപയുവതിമാരെ അങ്ങ് ഇരുകരങ്ങളാലും ആലിംഗനം ചെയ്തിരിക്കുന്നു. ഐശ്വര്യദേവതയായ മഹാലക്ഷ്മി പോലും സ്വയം കൊതിക്കുന്ന ഒരു പ്രീതിയാണത്, അനുഗ്രഹമാണ്. ഭാവാർത്ഥം. ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദ് കി ജയ്. ആദ്യ ഇപ്പോൾ എന്ന വാക്ക് കൃഷ്ണ ബലരാമന്മാർ ഈ ഭൂമിയിൽ അവതരിച്ച കാലത്തെ സൂചിപ്പിക്കുന്നു. വരാഹരൂപത്തിൽ അവതരിച്ച് കൃഷ്ണ ഭഗവാൻ ഭൂമിയെ രക്ഷിച്ചിട്ടുണ്ട്. ശേഷന്റെ ശക്തിയിലാണ് ഭൂമി സദാ വിശ്രമിക്കുന്നത്. വരാഹവും ശേഷനും ബലരാമന്റെ വികാസങ്ങളാണ്. ബലരാമനാകട്ടെ മൂലമായ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണന്റെ വികാസവും, മുഖ്യ വിസ്തരണമായ ബലരാമന്റെയൊപ്പം സ്വന്തം കൃഷ്ണരൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന പരമദിവ്യോത്തമ പുരുഷന്റെ അനുഗ്രഹത്തിന് തുല്യമായി ഒന്നുമില്ലെന്നാണ് ഭഗവാന്റെ ഭൂമി ഭാഗ്യവതിയായി തീർന്നിരിക്കുന്നു. ധന്യയമദ്യധരണി എന്ന പ്രസ്താവനത്തിനർത്ഥം ചിലപ്പോൾ ശ്രീകൃഷ്ണനും ബലരാമനും കാട്ടിലൂടെ നടന്ന് പൂക്കളും പഴങ്ങളും വൃക്ഷങ്ങളിൽ നിന്നും കുറ്റിക്കാടുകളിലും വള്ളിപ്പടർപ്പുകളിൽ നിന്നും പറിച്ചെടുക്കുകയും
തങ്ങളുടെ രസകരങ്ങളായ വിനോദങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യും. ചിലപ്പോൾ അവർ ഇലകൾ പറിച്ച് പൂക്കളോടൊപ്പം ശരീരം അലങ്കരിക്കാൻ ഉപയോഗിക്കും. കരജാഭിമൃഷ്ട എന്ന വാക്ക് നഖസ്പർശമേറ്റ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ സാഹചര്യം വിവരിക്കാനാണ്. വൃന്ദാവനത്തിലെ നദികളെയും പർവ്വതങ്ങളെയും ജന്തുജാലങ്ങളെയും കൃഷ്ണബലരാമന്മാർ സ്നേഹത്തോടെയും കരുണയോടെയും വീക്ഷിക്കും. പക്ഷേ ഗോപിമാർക്ക് ലഭിച്ച ഈ അനുഗ്രഹമുണ്ടല്ലോ, ഭഗവാന്റെ ഇരുകരങ്ങൾക്കുമിടയിൽ ആലിംഗനബദ്ധനായി നിൽക്കുക. ലക്ഷ്മീദേവി പോലും കൊതിക്കുന്ന ആ അനുഗ്രഹമാണ് പരമശ്രേഷ്ഠം. വൈകുണ്ഠത്തിൽ നാരായണന്റെ മാറിടത്തിൽ വസിക്കുന്ന ലക്ഷ്മീദേവി ശ്രീകൃഷ്ണന്റെ ആലിംഗനത്തിൽ അമരുവാൻ കൊതിക്കുകയും ആ അനുഗ്രഹത്തിനായി അനേകം തപങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തു. ദേവിയുടെ ശരിയായ വാസസ്ഥാനം വൈകുണ്ഠമാണെന്നും വൃന്ദാവനത്തിൽ തന്റെ മാറിൽ വസിക്കുക സാധ്യമല്ലെന്നും ശ്രീകൃഷ്ണൻ അറിയിച്ചു. അപ്പോൾ ഒരു സുവർണരേഖയുടെ രൂപത്തിൽ കൃഷ്ണന്റെ മാറിൽ വസിക്കാൻ ലക്ഷ്മി വരം ചോദിക്കുകയും ഭഗവാൻ അത് അനുവദിക്കുകയും ചെയ്തു. പുരാണങ്ങളിൽ നിന്ന് ഇക്കഥ ശീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ എടുത്തു ചേർത്തിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശ്ലാഘയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതപദകലം ശ്രീഗുരും വൈഷ്ണവാംശ്ചാം ശ്രീരൂപം സാഗരജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഓം വിഷ്ണുപാദായ കൃഷ്ണപേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനേ. ശ്രീഭാഷവാനവീ ദേവി ദൈത്യായ കൃപാബ്ദയേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജലപ്രേമാഢ്യാരൂപാനുഗാ ഭക്തിദാം ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവര ഗൗരശക്തി കരുണാവിഗ്രഹായ നമസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തയേ ദീനധാരിണേ രൂപാനുഗാവിരുദ്ധവ സിദ്ധാന്ത ദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാൽ വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാംബോധേ പാദാംബുജയേ തേ നമഃ. നമ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായ തേ. ഗൗരാവിർഭവമേ സംനിർദ്ദിഷ്ടാ സജ്ജനപ്രിയാ വൈഷ്ണവ സാർവഭൗമോ ശ്രീജഗന്നാഥായ തേ നമഃ. ശ്രീരൂപാസനാഥന ഭട്ടരഘുനാഥ ശ്രീജീവ ഗോപാല ഭട്ട ദാസരഘുനാഥ യച്ഛായ ഘോഷായ ഗൗരി ചരൺ ബന്ധൻ ജഹാമോതി വിഘ്നാനാശ് അഭീഷ്ടപൂരൺ വാഞ്ചാകൽപദ്രുവസ്യ കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ മഹാധന്യായ കൃഷ്ണ പ്രേമപദായ തേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യനാമ്നേ ഗൗരത്രിഷേ നമഃ. കൃഷ്ണം ഭക്തസ്വരൂപം ഭക്താവതാരം ഭക്താക്യം നമാമി ഭക്തശക്തിയം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോവേശ ഗോപികാ കാന്ത രാധാ കാന്ത നമസ്തുതേ. ജയദാം സരിതോ പങ്കോർ മമ മന്ദമദേ ഗതി മത്സർവസ്വപദാംബോജോ രാധാം മദനമോഹനോ ദിവ്യാവൃന്ദാരണ്യകൽപദ്രുമദാം ശ്രീമദ് നാഗരസിംഹാസനസോ ശ്രീമദ് രാധാ ശീലഗോവിന്ദദേവം പൃഷ്ഠാലിവിസേവ്യമാനം സ്മരാമി. തപ്തകാഞ്ജന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി ശോഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ.
श्रीभगवानुवाच अहो अमीं देववरां रार्चितं पादाम्बुजं ते सुमनाभलार्हणम् नमन्दी उपादाय शिवेरात्मनां तमो अपहर्त्यै तरुभजन्म कृतम्. The Supreme Personality of Godhead said, "O greatest of lords, just see how these trees are bowing their heads at your lotus feet, which are worshipable by the immortal demigods. The trees are offering their fruits and flowers to eradicate the dark ignorance that has caused their birth as trees." One, വൃന്ദാവനത്തില് വനങ്ങളിൽ മുഴുവൻ വിഹരിച്ചു തുടങ്ങി, ഗോപാലനായി മാറി, പശുക്കളെ മേയ്ക്കാനുള്ള അവകാശം കൃഷ്ണൻ കിട്ടിയോടുകൂടി എല്ലാ വനങ്ങളിലും കൃഷ്ണൻ രവിച്ച് കിടക്കുക. അത് കൃഷ്ണൻ്റെ എൻജോയ്മെൻറ്റ് ഭാഗമാണത്. കൃഷ്ണനെ എത്ര എൻജോയ് ചെയ്താലും മതിയാവില്ല. അത് കാരണം എത്രയോ വനങ്ങളുണ്ടോ അത്രയും വനങ്ങളിൽ ഇങ്ങനെ ഭഗവാൻ വിഹരിച്ചാണ്. വനങ്ങളെ സംബന്ധിച്ചോളം വളരെ സന്തോഷമാണ്. കാരണം കൃഷ്ണൻ്റെ പാദമുദ്ര അവരുടെ ആ മാറിലെല്ലാം പണിയും. അപ്പോൾ അവർക്കും സന്തോഷമാണ്. അപ്പോൾ അവരെ സന്തോഷം പ്രകടിപ്പിക്കാനായിട്ട് അവരെല്ലാം മരങ്ങളെല്ലാം എന്താ ചെയ്യണം, താഴ്ന്ന ശകലം താഴ്ന്ന് ഭഗവാന്റെ കാല് സ്പർശിച്ചുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ. അപ്പോൾ ഇത് കണ്ടിട്ട് ഭഗവാൻ തന്നെയാണ് ഇത് ചെയ്യുന്നത്, അവരെ നമസ്കരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടും, പക്ഷേ അത് ആസ്വദിക്കാനായിട്ട് ഒരു മാധ്യമം എന്ന നിലയിൽ ബലരാമനെ കണക്കാക്കണം. കാരണം ബലരാമൻ മറ്റാരും കൃഷ്ണൻ തന്നെ, കൃഷ്ണൻ്റെ ഫസ്റ്റ് എക്സ്പാൻഷനാണ്. അപ്പോൾ ബലരാമൻ ആദിപുരുഷൻ തന്നെയാണ്. പക്ഷെ വാസ്തവത്തിൽ കൃഷ്ണനെ തന്നെയാണ് ഇവർ ആരാധിക്കുന്നത്. പക്ഷെ കൃഷ്ണ അത് ബലരാമന് കിട്ടുന്ന ആ സ്തുതി ബലരാമനാണ്, അല്ലെങ്കിൽ അവരുടെ നമസ്കാരങ്ങളെല്ലാം ബലരാമനാണ് എന്ന ഉദ്ദേശത്തിൽ ഈ ശ്ലോകങ്ങൾ ചൊല്ലാണ്. എന്നിട്ട് പറയാം, ഓ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ലോർഡ്സ്, എല്ലാ ദൈവങ്ങളും ദേവദേവ, ബലരാമന് അത് ദേവദേവ. ഒന്ന് നോക്കൂ, ആ വൃക്ഷങ്ങളെ നോക്കൂ. ആ വൃക്ഷങ്ങൾ നമസ്കരിച്ച് അങ്ങനെ കാൽപാദങ്ങൾ നമസ്കരിക്കുകയാണ്. അതിലിരിക്കുന്ന എല്ലാ ഫലങ്ങളും പുഷ്പങ്ങളെല്ലാം അങ്ങയുടെ കാൽക്കൽ അർപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. കാരണം അങ്ങയുടെ കാൽപാദങ്ങൾ എന്നുള്ള സാധാരണ കാൽപാദങ്ങളല്ല, എല്ലാ ദേവന്മാരും ആരാധിക്കുന്ന വണങ്ങുന്ന കാൽപാദങ്ങളാണ് അങ്ങയുടെ. അതുകൊണ്ട് അങ്ങ് ഇവിടെ ഒരു മനുഷ്യരൂപത്തിൽ വൃന്ദാവനത്തിൽ വിഹരിക്കുമ്പോൾ ഇതൊരു നല്ല അവസരം ആണ് മനസ്സിലാക്കിക്കൊണ്ട് ഈ മരങ്ങളെല്ലാം അങ്ങേ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് നമസ്കരിക്കണം? കാരണം അവർ വിചാരിക്കുന്നു താൻ ഭയങ്കര പാപം ചെയ്ത ആൾക്കാരാണ്. അതുകൊണ്ട് തനിക്ക് മരരൂപം, വൃക്ഷരൂപം കിട്ടിയിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് പുറത്തു വരണം. കാരണം ഈ വൃക്ഷത്തിരിക്കുമ്പോൾ ബുദ്ധിമുട്ട്, വൃക്ഷങ്ങൾ പറഞ്ഞ ബുദ്ധിമുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണനും ബലരാമനും ഓരോ വനങ്ങൾ ഒരു വനത്തിൽ നിന്ന് മറ്റേ വനത്തേക്ക് പോകുമ്പോൾ ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ കൂടെ ചലിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള വ്യസനം, ആ ഒരു ദുഃഖം ഈ മരങ്ങൾക്കുണ്ട്. അത് താങ്കൾ പണ്ട് ചെയ്ത കർമ്മത്തിൻ്റെ ഫലമനുസരിച്ചിട്ടാണ് താങ്കൾക്ക് ഇങ്ങനൊരു ഗതി വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് പുറത്തു വരാനായിട്ട് ബലരാം സുപ്രീം പേഴ്സണാലിറ്റി അങ്ങയുടെ കാലിൽ അവരെ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് സാധാരണ വൃക്ഷങ്ങളല്ല, വൃന്ദാവനത്തിരിക്കുന്ന വൃക്ഷങ്ങളല്ല. വൃന്ദാവനത്തിൽ ഏത് സാധനം, വൃക്ഷമായാലും ശരി, മയിലായാലും കുയിലായാലും ശരി, കുരങ്ങനായാലും ശരി, അരുവിയായാലും ശരി, പൊടിയായാലും ശരി, എല്ലാം അതീന്ദ്രിയമാണ്. അതുകൊണ്ടാണല്ലോ ബ്രഹ്മാവ് താനൊരു കൊടിയായിട്ട്, വള്ളിക്കൊടിയായിട്ട് വൃന്ദാവനത്തിൽ ജനിക്കണം എന്നാഗ്രഹിച്ചു. അപ്പോൾ ഒരു മരമായി ജനിക്കുക എന്ന് പോലും ഏറ്റവും മഹത്തായ കാര്യമാണ് വൃന്ദാവനത്തിൽ. പക്ഷേ മരങ്ങൾ സ്വാഭാവികമായിട്ടുള്ള ആ വിനയം മൂലം തങ്ങൾ പാപം ചെയ്തവരാണ്. അതുകൊണ്ട് തങ്ങൾക്ക് കൃഷ്ണനെ അനുഗമിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഈ പാപത്തിന് മുക്തി കണ്ടെങ്കിൽ അങ്ങയുടെ കാൽക്കൽ തന്നെ നമസ്കരിക്കണം ഹേ ബലരാമ എന്ന് പറഞ്ഞ് അവർ നമസ്കരിക്കുകയാണ് എന്ന് കൃഷ്ണൻ ബലരാമന് പറയാണ്. അപ്പോൾ കൃഷ്ണൻ അവരെ വളരെ കടാക്ഷവും കൃപാകടാക്ഷപൂർവ്വം അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബലരാമനോട് സംസാരിക്കുമ്പോഴും കൃഷ്ണ കൃപാകടാക്ഷം മുഴുവൻ ആ വൃക്ഷങ്ങളിലാണ്. കാരണം ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല.
എൻ്റെ എല്ലാ കൃപയും എല്ലാ ഇതും കൃപ നിങ്ങൾക്ക് ഉണ്ടാകും എന്ന രീതിയിൽ കൃഷ്ണൻ അവരെ കടാക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൃക്ഷങ്ങൾ മാത്രമാണോ മരങ്ങൾ മാത്രമാണോ അങ്ങേ ആരാധിക്കുന്നത്? അല്ല. അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഏതേ അരിനസ്തവയശോ അഖില ലോകതീർത്ഥം ഗായന്ത ആദി പുരുഷാനുപഥം ഭജന്തേ പ്രായോ അമീ മുനിഗണ ഭവതീയ മുഖ്യ ഗൂഢം വനേവി ന ജഹതി അനഘാത്മദൈവം. The original personality, these bees must all be great sages and most elevated devotees of yours, for they are worshipping you by following you along the path and chanting your glories, which are themselves a holy place for the entire world. Though you have disguised yourself within this forest, O sinless one, they refuse to abandon you, their worshipable Lord. ഗൂഢം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അതീവ രഹസ്യമായിട്ടുള്ളതാണ്. അതീവ രഹസ്യമായിട്ടുള്ള സ്ഥലം. അപ്പൊ കൃഷ്ണൻ ബലരാമൻ ആദ്യത്തെ സ്കന്ധത്തിൽ പറയുന്നുണ്ട്, ഗൂഢം മാനുഷ്യരൂപം പറയുന്നുണ്ട്. പല പല അമാനുഷ്യമായിട്ടുള്ള കേളികൾ കൃഷ്ണനും ബലരാമനും ഗൂഢമായ മനുഷ്യരൂപം എടുത്തുകൊണ്ട് വൃന്ദാവനത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നവിടെ പറയുന്നുണ്ട്. പക്ഷേ അവരെത്ര ഗൂഢരൂപത്തിൽ വന്നാലും ശരി, വലിയ വലിയ പരമഭക്തന്മാർ, പരിശുദ്ധ ഭക്തന്മാർ, അവർ ഏത് രൂപത്തിൽ വന്നാലും ശരി ഭഗവാനെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയും. കാരണം ഭഗവാനെ മാത്രം മനസ്സിലേറി നടക്കുന്ന ആൾക്കാർ. വേറെ ഒന്നും അവർ നോക്കില്ല. അതുകൊണ്ട് അവരുടെ നോട്ടം വരുന്നതെല്ലാം ഭഗവാനാണ്. അപ്പോൾ അത് ഭഗവാൻ ഏത് വേഷം എടുത്താലും ശരി, മനുഷ്യരൂപെടുത്താലും ശരി, മൃഗരൂപെടുത്താലും ശരി, മത്സ്യത്തിൻ്റെ വേഷം എടുത്താലും ശരി, ഏത് രൂപത്തിൽ വന്നാലും ശരി ഇവർക്ക് ഭഗവാൻ മനസ്സിലാക്കാൻ കഴിയും. ഭഗവാന്റെ രൂപം എന്നുള്ള സച്ചിദാനന്ദ വിഗ്രഹമാണെന്ന് എല്ലാവർക്കും അറിയാം. അതേസമയത്ത് നമുക്ക് അസത്തായിട്ടും അചിത്തായിട്ടും നിരാനന്ദമായിട്ടുള്ള ശരീരമാണ് നമുക്ക്. കൃഷ്ണന്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ശരീരം. നമ്മളും സച്ചിദാനന്ദനാണ്. പക്ഷെ ഇപ്പം നമ്മൾ ഇരിക്കുന്ന ശരീരത്തിൽ വസിക്കുമ്പോൾ അതിൻ്റെ കോണ്ടാമിനേഷൻ ജീവാത്മാവിനെ ബാധിക്കും എന്നില്ല. പക്ഷെ അതിലൂടെയാണ് ജീവാത്മാവ് പ്രദർശിക്കപ്പെടുന്നത്. ജീവാത്മാവിനെ ഒരു മാലിന്യവും ബാധിക്കുന്നില്ല എന്ന് 13 അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ശരീരത്തിലിരിക്കുമ്പോൾ അതിൻ്റെ ആ ഇതിൽ കൂടെയാണ്, അതിൻ്റെ സ്വരൂപത്തിൽ, ശരീരത്തിൻ്റെ സ്വരൂപത്തിൽ കൂടെയാണ് ജീവാത്മാവ് പ്രദർശിക്കപ്പെടുന്നത്. തൻ്റെ സ്വയം സ്വരൂപത്തിലല്ല. പക്ഷെ ഭഗവാനെ സംബന്ധിച്ചോളം ഭഗവാന്റെ ശരീരം സ്വരൂപം ആയതുകൊണ്ട്, അത് സാധാരണ ഭൗതിക ശരീരം അല്ലാത്തതുകൊണ്ട് ഭഗവാനെ സംബന്ധിച്ചോളം ഈ ഡ്യൂപ്ലിസിറ്റി അല്ലെങ്കിൽ ഈ ദ്വന്ദ്വം ഭഗവാനില്ല. ശരീരം വേറെ, ആത്മാവ് വേറെ. ശരീരം താൽക്കാലികം, ആത്മാവ് അനശ്വരം. കൃഷ്ണനെ സംബന്ധിച്ചോളം രണ്ടും അനശ്വരമാണ്. അതുകൊണ്ട് കൃഷ്ണന് ഈ ഗൂഢമായ വേഷത്തിൽ നിന്ന് അർത്ഥത്തിൽ മനസ്സിലാക്കാൻ പറ്റും. തീർത്ഥ എന്ന് വാക്ക് വയ്ക്കുന്നു. തീർത്ഥം വെച്ച് കഴിഞ്ഞാൽ, തീർത്ഥം വെച്ച പുണ്യസ്ഥലം, പുണ്യ നദികൾ. അത് മാത്രം കൂടാതെ വേറെ അർത്ഥമുണ്ട്. സംസാരം കരകയറാനുള്ള ഉപാധിയായിട്ട് കണക്കാക്കുന്നുണ്ട് തീർത്ഥത്തിന്. കാരണം ഈ തീർത്ഥം നമ്മൾ വരുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ മാലിന്യങ്ങളും കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തീർത്ഥത്തിൽ പോകണം. അപ്പോൾ തീർത്ഥത്തിന് എന്താണ്? നമ്മുടെ ആ ഭൗതികമായിട്ടുള്ള നിലനിൽപ്പ്, ഭൗതികമായിട്ടുള്ള എക്സിസ്റ്റൻസ് ഇല്ലാതാക്കാൻ തീർത്ഥത്തിന് മാത്രമേ കഴിയൂ. അത് ഏറ്റവും വലിയ തീർത്ഥം അറിയാം, യമുനാ നദീൻ്റെ എല്ലാ തീർത്ഥങ്ങളുണ്ട്. പക്ഷെ അതിന് ഏറ്റവും വലിയ തീർത്ഥം എന്നുള്ള ശ്രവണ തീർത്ഥമാണ്. ഭഗവാനെ കുറിച്ചിട്ടുള്ള ശ്രവണം, ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഭഗവാന്റെ ലീലകൾ, ഭഗവാന്റെ ക്വാളിറ്റീസ്, ഗുണങ്ങൾ, ഇതെല്ലാം ശ്രദ്ധയോട് കൂടിയിട്ട് ശ്രവിക്കുക. അന്യമാർഗങ്ങൾക്ക്
പ്രവീണമില്ലാത്ത ആൾക്കാര് കർമ്മയോഗം അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നിഷ്കാമ കർമ്മയോഗം, ധ്യാനയോഗം, ജ്ഞാനയോഗം എന്നീ ഇതില് യോഗങ്ങളിൽ പ്രാവീണ്യമില്ലാത്ത ആൾക്കാരെ കുറിച്ച് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക്, എന്നാൽ ഭഗവാനെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ശ്രവണം കൊണ്ട് ഭഗവാനെ പ്രാപിക്കാം, അവർക്കും സംസാര സാഗരം അതിജീവിക്കാം എന്ന് 13-ാം അധ്യായത്തിലെ 26-ാം ശ്ലോകത്തിൽ പറയുന്നു. അപ്പോ ശ്രവണം എന്നുള്ളത് വലിയ തീർത്ഥമായിട്ട് കണക്കാക്കണം. അതുപോലെ ഭഗവാന്റെ ആ ഗ്ലോറീസ്, ഭഗവാന്റെ ലീലകൾ, ഭഗവാന്റെ മഹിമകള്, ഭഗവാന്റെ ശക്തികള് നിരന്തരം നമ്മൾ ആവർത്തിച്ച് പറയുമ്പോൾ നമുക്ക് പ്യൂരിഫിക്കേഷൻ വരുന്നു. ആ പ്യൂരിഫിക്കേഷനോടുകൂടി നമ്മുടെ എല്ലാ മാലിന്യങ്ങളും കഴുകപ്പെടുക. ഗായന്ത എന്ന് വാക്ക് വായിക്കുന്നത്, ഗായന്ത എന്താണ്? ഗാനം ചെയ്യുക. ആരെ ഗാനം ചെയ്യണം? ഈ ഹംസങ്ങളും ഈ പറഞ്ഞ ഗ്രേറ്റ് സേജസ് അവര് ഗാനം ആലപിക്കുകയാണ്. സാധാരണ ഋഷിമാര് വളരെയധികം എന്താ പറയുക, മൗനം വ്രതം ആചരിക്കുന്ന ആൾക്കാരാണ്. അവർ അനാവശ്യമായിട്ട് സംസാരിക്കില്ല. വളരെ ഗംഭീരമായ ഭാവത്തിലാണ് അവരിക്കുക. പക്ഷെ ഭഗവാനെ കണ്ടതോടെ അവർക്ക് ആ ഭാവം മാറി. കാരണം അവര് ഗംഭീരഭാവത്തിരിക്കുമ്പോൾ മനസ്സിലാക്കാൻ ആത്മരാമനായിട്ടിരിക്കാണ്. പക്ഷെ ആത്മരാമനായിട്ടിരിക്കുമ്പോൾ പോലും ഭഗവാനെ കണ്ടതോടുകൂടി അവർക്ക് പിന്നെ അവരുടെ ആ ഭാവം താല്പര്യമില്ലാതെ ഭഗവാനെ അങ്ങോട്ട് ഗ്ലോറിഫൈ ചെയ്യാം, ഇത് മാത്രം അവർക്ക് ചിന്തയായി. അതുകൊണ്ട് അവര് വളരെ നല്ല ശബ്ദത്തില് വളരെയധികം ആ സന്തോഷത്തോടെ ആനന്ദത്തോടുകൂടി ഭഗവാനെ കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. കാരണം ഇതെല്ലാം ഈ പറഞ്ഞ മൗനവ്രതം, മറ്റേ വ്രതം, ഹിമാലയത്തിൽ പോവുക, ഇതെല്ലാം കാര്യങ്ങളെല്ലാം ഒരു സ്വാർത്ഥ താല്പര്യത്തിന്റെ ഭാഗം. തനിക്ക് മാത്രം, തൻ്റെ ഇഷ്ടങ്ങൾ മാത്രം ആഗ്രഹിക്കുന്ന, വേറൊരു ആളും കയറി വരാതെ ഏകാന്തതയിൽ നിന്ന് ചെയ്യാന്നുള്ളത് ഒരു സ്വാർത്ഥ താല്പര്യമാണ്. 13-ാം അധ്യായത്തിലെ ജ്ഞാനത്തിന്റെ ഭാഗത്തില് ഇത് പറയുന്നുണ്ട്, ഏകാന്തമായ സ്ഥലത്തിരിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ ഏകാന്തമായ സ്ഥലത്തിരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് ഡിവോട്ടീസ് ഉള്ള സ്ഥലത്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ട് കർമ്മികൾ ഇരിക്കുന്ന സ്ഥലത്തല്ല. അപ്പൊ ഇത് സൈലൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്പീക്ക് നോ നോൺസെൻസ്, ബട്ട് ഇഫ് യു വാണ്ട് ടു സ്പീക്ക്, യു സ്പീക്ക് അബൌട്ട് കൃഷ്ണ ഓൺലി. ഇതാണ് ഉദ്ദേശം. അല്ലാത്ത സമയത്ത് നമ്മൾ വെറുതെ മൗനം ചെയ്യാം, വിഡ്ഢിത്തരങ്ങൾ പറയാതിരിക്കുക, ഭൗതികമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുക, അതിനെപ്പറ്റി മിണ്ടുക, ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കൃഷ്ണനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, അതിന് കൃഷ്ണനെക്കുറിച്ച് മാത്രം ജീവിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് തീർത്ഥ സ്റ്റേജിലെത്താം, പ്യൂരിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അനഘ എന്ന് വാക്ക് ഉപയോഗിക്കുന്നത്, അനഘാച്ച പാപം ചെയ്യാത്തവൻ. പരമദിവ്യോത്തമ പുരുഷനെ പാപം ചെയ്യുന്ന പ്രശ്നമില്ല. പക്ഷെ പാപം ചെയ്യുന്നവരെ പ്യൂരിഫൈ ചെയ്യുന്ന ക്വാളിറ്റി മാത്രം ഭഗവാനുണ്ട്. അത് ബലരാമനുണ്ട്. ബലരാമൻ വളരെ കൃത്യമായിട്ട് ഈ മകലം അനഘ ബലരാമനെ തന്നെ ഉദ്ദേശിക്കുന്ന വാസ് നോട്ട് ഡിസ്റ്റർബ് ബൈ ബീസ്. അപ്പോൾ വണ്ടികളെല്ലാം ഒരു സെക്കൻഡ്, ഒരു ഗ്യാപ്പ് ഇല്ലാണ്ട് ബലരാമനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഭഗവാൻ അതൊരു ന്യൂസൻസ് ആയിട്ട് തോന്നുന്നില്ല. അദ്ദേഹത്തെ പണം, ഓ ബീസ് കമ്മിങ് ടു മൈ കോൺഫിഡൻഷ്യൽ ഗ്രൂ ആൻഡ് ഫീൽ ഫ്രീ ടു ടേസ്റ്റ് ഇറ്റ്സ് ഫ്രാഗ്രൻസ്. എൻ്റെ പുഷ്പഹാരമായിട്ടുള്ള ആ പുഷ്പ ആശ്രമത്തിലുണ്ട്, അവിടെയൊക്കെ വന്നിട്ട് നിങ്ങൾ അതിൽ ആസ്വദിച്ച് വെക്കോളൂ എന്ന് അവരോട് പറയാണ്. അടുത്ത ശ്ലോകത്തില് ഇവിടെ പറയുന്നുണ്ട്, നൃത്യന്തി അമിഷികിന ഇദ്യമൂഖഹരിണൈ കുർവന്തി ഗോപ്യൈവാം തേ പ്രിയം ഈക്ഷണേന ശുഗനൈശ്ച കോകിലഗണ ഗൃഹം ആഗാതായ
ധന്യ വനൗകസാ ഇയം ഹി സദാം സർഗ. O worship of one, these five cocks are dancing before you out of joy. Those who are doing pleasing you with affectionate glances, just as the gopis do, and these cuckoos honoring you with a Vedic prayers. All these residents of the forest are most fortunate, and their behavior towards you certainly befits great souls receiving another great soul at home. നല്ലൊരു ഉപമ കൊടുക്കുകയാണ്. ഭഗവാൻ വനത്തിലേക്ക് കയറി, വനാവുക വനത്തിനുള്ളിലേക്ക് കയറി വരുമ്പോൾ ഈ പറയുന്ന മയിലുകള്, ഹംസങ്ങള്, മാൻകുട്ടികള്, ഡോജ മാൻകിടാങ്ങളെല്ലാം ഭഗവാനെ അതീവ സന്തോഷത്തോടു കൂടിയിട്ട് സ്വീകരിക്കണം. അതീവ സന്തോഷത്തോട് സ്വീകരിക്കണം. കുക്കു, കുയിലുകള് വേദിക് ഹിംസാണ്. അവരുടെ പാട്ടില് അവരുടെ കുയിൽനാദത്തിലിരിക്കുന്നത് വേദം കളിക്കുന്ന ശ്ലോകങ്ങളാണ് അവർ ചെയ്യുന്നത്. ഇതും ഭഗവാനെ പ്രകീർത്തിക്കാൻ വേണ്ടി മാത്രം. കാരണം വേദങ്ങളുടെ സാരം എന്നുള്ളത് ഭഗവാനെന്ന് എല്ലാവർക്കും അറിയാം. വേദേഷു സർവേ അഹമേവ വേദ്യം. അപ്പോ ഈ സ്തുതികളെല്ലാം ഭഗവാനെ തന്നെയാണ് വരുന്നത്. ഭഗവാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഈ കുയിലുകള്, മയിലുകള്, മാൻകിടാങ്ങളെല്ലാം ഭഗവാനെ സ്വീകരിച്ചിരുത്താണ്. അവരുടെ വേദിക് ചാൻസുകൾ ചെയ്തിരിക്കുകയാണ്. അപ്പൊ അവരെ വളരെ ധന്യരാണ്. കാരണം അവരുടെ ഈ ആക്ഷൻസ് എല്ലാം വളരെയും ഉയർന്ന തരത്തിലുള്ള ഭക്തന്മാരെ, മുനിമാരെ കാണുമ്പോൾ അവർ തമ്മിൽ എക്സ്ചേഞ്ച് ആണ്. ഇപ്പൊ നമ്മള് പനിഹട്ടി ഫെസ്റ്റിവൽ നടത്തുന്നു അടുത്ത ആഴ്ച. അപ്പോൾ അവിടെ നമ്മൾ ഭഗവാനെ വർഷിപ്പ് ചെയ്യണം. ഓപ്പൺ സ്പേസിൽ പോകുമ്പോൾ പല പശുക്കള് അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളും കാണും. അപ്പൊ അവർക്ക് ഭഗവാനെ നമിക്കാനും ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യാനുള്ള ഒരു അവസരമാണ് കിട്ടുന്നത്. വൃന്ദാവനത്തിരിക്കുന്ന പശുക്കള്, പശുക്കിടാങ്ങള്, മയിലുകള്, മാൻകുട്ടികള്, മാൻകിടാങ്ങള്, ഇതെല്ലാം സാധാരണ മൃഗങ്ങളോ അല്ല. അവര് മുനികളാണ്, പരിമുനിയുമാണ്. അപ്പൊ അവർക്ക് മനസ്സിലായി വലിയൊരു ഏറ്റവും പരമ ദിവ്യോത്ത പുരുഷനാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവര് സ്വയം ആത്മസാക്ഷാത്കാരം നേടിയ, ഭഗവത് സാക്ഷാത്കാരം നേടിയ ഭക്തന്മാരാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ട് മഹാത്മാന്മാരെ കൂട്ടിക്കൂട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം എന്താ പറയുക, സന്തോഷത്തോടെയും ഊഷ്മളതയോടു കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെൽക്കം ചെയ്യും. അത് തികച്ചും സ്വാഭാവികമാണ്. അപ്പൊ അതേപോലെ കുക്കു, മാൻകിടാങ്ങള്, ഇതെല്ലാം കൂടി വളരെ സന്തോഷം തുള്ളിച്ചാടിക്കൊണ്ട് ഭഗവാനെ കണ്ടുകൂടി അവർക്ക് ഭയങ്കര സന്തോഷം. ഇപ്പൊ നമ്മള് ഭഗവാൻ ദിവസം കാണുന്നുണ്ട്, ഒരുമാതിരി കുറെ മണിക്കൂർ. എന്നാലും ശരി ഭഗവാൻ ആദ്യമായിട്ട് കാണുമാതിരി ഇവരിങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് മാൻകിടാങ്ങൾക്ക് അവരിങ്ങനെ ചാടിക്കൊണ്ടിരിക്കും ഭഗവാനെ കാണാനായിട്ട്. അപ്പോ ഇതെല്ലാം അപ്രോപ്രിയേറ്റ് ആണ്, ശരിയാണ് എന്ന് ഭഗവാൻ പറയാണ് ഇവിടെ. ഭഗവാന്റെ കർമ്മങ്ങള് എല്ലാം വളരെ പെർഫെക്റ്റ് ആണെന്ന് ഇവിടെ പറയുന്നുണ്ട്. സ്ഥാനേ ഋഷികേശ എന്ന വാക്ക് പറയുന്നുണ്ട്. സ്ഥാനേ ഋഷികേശ ഭഗവത്ഗീതയുടെ ശ്ലോകമുണ്ട്. 15-ാം അധ്യായത്തിൽ 36-ാം ശ്ലോകത്തിൽ അർജുനൻ ചെയ്യുന്ന ശ്ലോകമാണ്. അങ്ങയുടെ കീർത്തികള്, അങ്ങയുടെ മഹാത്മ്യങ്ങള് ചെല്ലുമ്പോൾ ലോകത്തിലേക്ക് ജനങ്ങളെല്ലാവരും സന്തോഷമുണ്ടാകുന്നു എന്നത് സ്ഥാനേ ഋഷികേശ സ്വാഭാവികമാണ്. അതൊക്കെ ശരിയായിട്ട് കാര്യമാണ്. കൃഷ്ണ അതുകൊണ്ട് വൃന്ദാവനവാസികൾ ഒരു അവസരം പോലും ഭഗവാനെ കാണാൻ, അതിനിപ്പം ദിവസം കാണുന്നുണ്ട്, എന്നാലൊക്കെ പോരാ. ദിവസം കണ്ടാലും പോരാ, രാത്രി ഇടയിൽ ഉറങ്ങുന്നുണ്ടല്ലോ ഞങ്ങള്. ആ സമയത്ത് ഭഗവാനെ കാണാൻ പറ്റുന്നില്ല. വേറെ സമയത്ത് ചിലപ്പോൾ കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ തന്നെ വരികയാണ്.
അവരെ സന്ദർശിക്കാനായിട്ട്. അപ്പോൾ ഇവർക്ക് സന്തോഷമായി. വലിയൊരു മഹാത്ഭക്തി മറ്റേ വ്യക്തികളെ സ്വീകരിക്കുന്ന പോലെ ഇവരും ഊഷ്മളതയോടുകൂടി സ്വീകരിക്കുകയാണ് ഇതിന്. എട്ട് ശ്ലോകം. ധന്യേയം അദ്യാധരണി നിയവീഗസാം വിഗുസ്തോത്ര പാദാം സ്പൃശോ ധുമലതാ കലാജിവിഷ്ട നദ്യോ അദ്രയാ ഖഗമാർഗാം സദായവ ലോകേ ഗായന്തോ അന്തരേണ ഭൂയോരിവാസ്പൃഹാഹി. This earth has now become most fortunate because you have touched her grass and bushes, while with your feet, and trees and creepers with your fingernails, and because you have grazed her rivers, mountains, birds, and animals with your merciful glances. But above all, you have embraced young cowherd women between your two arms, a favor anchored by the goddess of fortune herself. അപ്പോൾ ഇവിടെ ഭൂമി എങ്ങനെയാണ് സന്തോഷിക്കുന്നത്? ഭൂമി എത്ര ഭാഗ്യവതിയാണ്. കാരണം ഭൂമിയിലിരിക്കുന്ന പൂക്കളും ഭൂമിയിലിരിക്കുന്ന പുല്ലുകളും ഭൂമിയിലിരിക്കുന്ന ചെടികളും പടർപ്പുകളും ചെടിപ്പടർപ്പുകൾ ഒക്കെ ഭഗവാന്റെ കാൽപാദങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. അപ്പോൾ ഭൂമി ദേവി ആകെ പുളികിതമാണ്, സന്തോഷം കൊണ്ട് അങ്ങേ എക്സ്റ്റസി. കാരണം ഭൂമിയില്ല ചവിട്ടാൻ ഉദ്ദേശിക്കുന്നെങ്കിലും പക്ഷേ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഭൂമിയുടെ ഭാഗമായതുകൊണ്ട് അതിനെ തൊടുമ്പോൾ ഭൂമിക്ക് ആനന്ദത്തിന് അങ്ങേറ്റം വരികയാണ്. ചിലപ്പോൾ ഈ മരങ്ങളെല്ലാം അങ്ങയുടെ വിരലുകൊണ്ട് കൈത്തെ വിരലുകൊണ്ട് അങ്ങനെ കൂറും. അപ്പോൾ യു ഹാവ് ഗ്രേസ് റിവേഴ്സ്, പുഴകളെല്ലാം നല്ല രീതിയിൽ വെള്ളം നിറച്ച് അതിനെ ഒഴുകാൻ സമ്മതിക്കുന്നുണ്ട്. ധാരാളം ഗോപിമാരെ അങ്ങ് ആലിംഗനം ചെയ്തിട്ടുണ്ട്. അത് അവരെ സംബന്ധിച്ചോളം ഒരു സ്പെഷ്യൽ ഫേവറാണ്. അത് ലക്ഷ്മി ജീവനും ആഗ്രഹിക്കുന്നതാണത്. അപ്പോൾ പർപ്പട്ടില് മനസ്സിലാക്കാൻ പറ്റി നോക്കുക. വരാഹമൂർത്തി ബലരാമന്റെ എക്സ്പാൻഷൻ ആണ്. കൃഷ്ണന്റെ ഫസ്റ്റ് എക്സ്പാൻഷൻ ബലരാമൻ. ആ ബലരാമൻ എന്ന് പറയുന്നതാണ് വരാഹമൂർത്തി. ബാക്കിയെല്ലാം നാരായണ ഫോംസ്. നമ്മൾ മനസ്സിലാവും, നാരായണ ഫോംസ് മുഴുവൻ ബലരാമനിൽ വന്നാണ്. അപ്പോൾ വരാഹമായിട്ട് വന്ന് ഭഗവാൻ ഒരിക്കൽ ആ ഭൂമിയെ രക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഭൂമി അതിനെ താങ്ങി നിൽക്കുന്നത് ആദിശേഷനാണ്. അതുകൊണ്ട് ഭൂമിയെല്ലാം എല്ലാ സമയത്തും സംരക്ഷിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ സന്തോഷം വരാഹമൂർത്തി ഭൂമിയെ രക്ഷപ്പെട്ടതിനേക്കാൾ കൂടുതൽ സന്തോഷം ഇപ്പോൾ കൃഷ്ണൻ കാൽപാദം കൊണ്ട് ഭൂമി ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയാണ്. കൈകളുടെ നഖം കൊണ്ട് ലതകളും മാന്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത്യന്തം പുളീതമാണ് ഭൂമി ദേവി. വരാഹമൂർത്തിയും സഹായിച്ചിട്ടുണ്ട്, ആദിശേഷന്റെ ഇരിക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ സന്തോഷം ഭഗവാന്റെ ഓരോ അവയവങ്ങള് അവരെ മേത്ത് സ്പർശിക്കുമ്പോഴാണ്. അതുകൊണ്ട് ധന്യേയം അദ്യധരണി, ഈ ഭൂമി എന്നുള്ള അത്യന്തം അനുഗ്രഹീതമാണ്. ധന്യം ഓദ്യ ഭരണി, ഈ ഭൂമി എന്നുള്ളത് അങ്ങേയറ്റം ഭാഗ്യം ചെയ്തിട്ടുണ്ട്. His personal form as
This earth has now become most fortunate, indicates that nothing can equal blessing of the Supreme Personality Godhead in his personal form as Krishna, appearing simultaneously with his personal expansion Balrama. നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ ഏത് ഫോമിൽ വന്നാലും ശരി ഭക്തന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റും, ഭൂമിക്ക് മനസ്സിലാക്കാം. പക്ഷെ എന്നാലും അവരെ സംബന്ധിച്ചോളം കൃഷ്ണന്റെ ഒറിജിനൽ ഫോം തന്നെയാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. രാമാദിമൂർത്തിഷം എന്ന കുറെ രൂപങ്ങളുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചോളം കൃഷ്ണന്റെ ഒറിജിനൽ ഫോമാണ് ഏറ്റവും സന്തോഷം നൽകുന്നത്. ഒപ്പം കൃഷ്ണനൊപ്പം തന്നെ അതിന്റെ ഫസ്റ്റ് എക്സ്പാൻഷൻ ബലരാമനുണ്ട്. അപ്പോൾ കൃഷ്ണൻ ബലരാമൻ വളരെ സന്തോഷത്തോടെയും കൃപയോടും കൂടിയിട്ട് ഈ പറഞ്ഞ ഭൂമിയുടെ ഭാഗങ്ങളായിട്ടുള്ള പുഴകള്, കുന്നുകള്, പിന്നെ അവിടെ ഇരിക്കുന്ന വാസികള്, അതെല്ലാം കൃഷ്ണൻ പരിപാലിച്ചു പോവാണ്. അതിൽ ഏറ്റവും വലിയ പരിപാലന, ഏറ്റവും ആനന്ദം കിട്ടുന്നത് മധുരസത്തിലുള്ള ഗോപിമാർ തന്നെയാണ്, സംശയമില്ല. അവരുടെ ആനന്ദം എന്നാണ് പറയാൻ പറ്റാത്തതാണത്, വാക്കുകൾ കൊണ്ടൊന്നും വിവരിക്കാൻ പറ്റില്ല. അത്രയധികം ആനന്ദം അവര് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഈ ആനന്ദം കണ്ടപ്പോൾ ലക്ഷ്മിജി, വൈകുണ്ഠത്തിലിരിക്കുന്ന ലക്ഷ്മിജിക്ക്, നാരായണന്റെ പ്രേയസിയായിരിക്കുന്ന, വിഷ്ണുവിന്റെ പ്രേയസിയായിരിക്കുന്ന ലക്ഷ്മിജിക്ക് ഭയങ്കര സന്തോഷം. തനിക്കും അതുപോലെ ഭാഗ്യം കിട്ടണം. അതിനു വേണ്ടിയിട്ട് കഠിനമായ തപസ് വൃന്ദാവനത്തിൽ അനുഷ്ഠിച്ചു. എന്നിട്ട് കൃഷ്ണൻ വരികയാണ്. കൃഷ്ണൻ വന്നിട്ട് പറയാണ്, മാതാജി, അങ്ങയുടെ സ്ഥാനം എന്നുള്ളത് ഇവിടെയല്ല, വൈകുണ്ഠത്തിലാണ്. വൈകുണ്ഠത്തിൽ അങ്ങയുടെ പതി അങ്ങയെ കാത്തു നിൽക്കുന്നുണ്ട്. ഇവിടെ നിൽക്കണ്ട. പക്ഷേ എന്ത് പറയാനും ഇവർക്ക് പറ്റില്ല. അവർക്ക് കൃഷ്ണന്റെ പ്രസൻസ് വേണം. അപ്പോൾ ഒരു കോംപ്രമൈസ് നിലയിൽ ലക്ഷ്മിദേവി പറയാണ്, ശരി ഞാൻ പോയിക്കോളാം, പക്ഷേ അങ്ങയുടെ നെഞ്ചിൽ എപ്പോഴും ഇരിക്കാനായിട്ടുള്ള എന്താണ് ഗോൾഡ് ലൈൻ, ഒരു സ്വർണ്ണരേഖ ഉണ്ടാക്കി അതിൽ ഒട്ടിക്കാൻ പറഞ്ഞു. അത് ഭഗവാന്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ഭഗവാന്റെ നെഞ്ചിൽ ഈ ഒട്ടി നിൽക്കുകയാണ് ഈ പറഞ്ഞ ഗോൾഡ് ലൈൻ. അത് ലക്ഷ്മിജിയായിട്ട് കണക്കാക്കാം. അപ്പോൾ ലക്ഷ്മി എപ്പോഴും ഭഗവാന്റെ ഹൃദയത്തിൽ ഉണ്ടാവും എന്നർത്ഥം, ശരീരത്തിലുണ്ട്. ലക്ഷ്മി ദേവി ഒരിക്കലും നമുക്ക് ഭഗവാൻ മറക്കില്ല. ഇത് ഇതിനെ പറ്റി സുദീർഘമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ശ്രീമദ് ഭാഗവത് വിശ്വമായിട്ടാണ് ശ്രീമദ് ഭാഗവത് പറയുന്നത്, ഈ പുറപ്പെട്ട് പറയുന്നത് വിശാല ചക്രവർത്തിയാണ്. പക്ഷെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിലിരിക്കുന്ന എല്ലാ ഗ്രഹവാസികളും ഒരേപോലെ ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഭൂമിദേവിയും ഗോപിമാരാണ് ഏറ്റവും ആനന്ദം ആസ്വദിക്കുന്നത്. അടുത്ത ശ്ലോകത്തിൽ വീണ്ടും സക്കമന കൃഷ്ണൻ എങ്ങനെയാണ് ഇതെല്ലാം കൊണ്ട് നടക്കുന്നത് നെക്സ്റ്റ് ക്ലാസ് നമുക്ക് പറയാം. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ പ്രഭുജി. അത് ശ്രീവത്സമാണെന്നും അല്ലെ, ആ മർഗിന് ശ്രീവത്സാണെന്നും അത് ഭൃഗുമുനി ചവിട്ടിയ പാടാണെന്നും രണ്ടും അഭിപ്രായമുണ്ട്. ഒന്ന് ലക്ഷ്മി ദേവി ആണെന്നും. ശ്രീവത്സം എന്നുള്ള, പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്ന കൃഷ്ണന്റെ മാറാണ്. ശ്രീവത്സം എന്നുള്ള നാരായണന്റെ മാറിലാണ്, വിഷ്ണുവിന്റെ മാറാണ്. അങ്ങനെയാണല്ലേ? ഇത് കൃഷ്ണന്റെ മാറിലിരിക്കാനുള്ള സൗകര്യം. കൃഷ്ണൻ ഗോൾഡ് ലൈനായിട്ട് ശരി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. പിന്നെ എന്താ പറയുക, നാമസങ്കീർത്തനത്തിന്റെ ഒരു എന്താ പറയണ്ടല്ലോ, എന്തോ ഒരു മത്സരോ എന്താ ഒരു കാര്യം പറഞ്ഞിട്ടല്ലോ, എന്താ അത്? നമ്മളെ ഒരു ഫെസ്റ്റ് നടത്താം. അപ്പൊ അതിന്റെ ഞാൻ ഇതിലുണ്ട്, മലയാളം ഇംഗ്ലീഷ് ഉണ്ട്. കീർത്തൻ, നടവര കീർത്തൻ ഫെസ്റ്റ് ജൂലൈ 11-12. സ്കൂൾ കുട്ടികൾക്കും പബ്ലിക്കിനുമായിട്ട്. അപ്പൊ ഇന്ന് നമ്മള് ഇത് ഇടുന്നുണ്ട്. അത് നമ്മുടെ ഗ്രൂപ്പിലും കോൺടാക്ട്സും ഇടുക. നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന വളപ്പായ ഭാഗത്തെ 5 കിലോമീറ്ററിനുള്ളിലാണ് നടത്തുന്നത്. ദക്ഷിണപുരി വെച്ചിട്ട് നടത്താം. ഞാൻ ഇപ്പൊ പബ്ലിഷ് ചെയ്യാറ്. പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. അനന്തകോടി വൈഷ്ണവന്റെ കീ ജയ്. ശ്രീലാ പ്രഭുപാദ കീ ജയ്. ഹരേ